ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായാണ് ഗതാഗത മന്ത്രി രംഗത്തെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വാളകത്തെ കുടുംബ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ മോശമായ സാഹചര്യത്തിൽ കണ്ടതായാണ് ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. സംഭവ ദിവസം 1:30നും 2:00നും ഇടയിൽ ബിന്ദു തന്നെ ഫോണിൽ വിളിച്ചതായി ആർ ശ്രീലേഖയും സ്ഥിരീകരിച്ചു. വാളകത്ത് നടന്ന കാര്യങ്ങൾ ബിന്ദു തന്നോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇത് ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നത് ഉചിതമല്ല എന്നും ശ്രീലേഖ പറഞ്ഞു. ഉടൻ തന്നെ പോലീസിന്റെ സഹായം തേടാൻ ബിന്ദുവിനോട് നിർദ്ദേശിച്ചു. 112-ൽ വിളിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. ബാക്കി കാര്യങ്ങൾ ബിന്ദുവിന്റെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞത്. ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രൂക്ഷമായ ഭാഷയിലാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ആർ ശ്രീലേഖ കുശുംബിയാണെന്നും തിരുവനന്തപുരം മേയർ സ്ഥാനം ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് തനിക്കെതിരെ സംസാരിക്കുന്നത് എന്നുമാണ് മന്ത്രി പരിഹസിച്ചത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ ശ്രീലേഖയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാണ് മന്ത്രി ശ്രമിച്ചത്. മന്ത്രിയുടെ അധിക്ഷേപങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാതെ വളരെ പക്വതയാർന്ന നിലപാടാണ് മുൻ DGP സ്വീകരിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ പരിഹാസങ്ങളെ അവഗണിച്ച അവർ ഒരു സ്ത്രീ എന്ന നിലയിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ബിന്ദു മേനോന് നൽകേണ്ട നിയമപരമായ മാർഗനിർദ്ദേശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. വിഷയത്തിന്റെ സെൻസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ വസ്തുതകൾ പോലീസിന് കൈമാറാനാണ് അവർ നിർദ്ദേശിച്ചത്. നിലവിൽ ഈ വിവാദം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കുടുംബപരമായ തർക്കങ്ങൾക്കപ്പുറം ഒരു മുൻ ഉന്നത ഉദ്യോഗസ്ഥക്കെതിരെ മന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട്.